ഇന്ന് നമുക്ക് ചോരി എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു വിചിത്രമായ ആചാരമുണ്ട്. ഒരു പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാൽ അവളുടെ വയറ്റിൽ കിടക്കുന്നത് പ്രത്യേകിച്ച് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ കൊന്നുകളയും. അതെങ്ങനെയെന്നാൽ, ഗർഭിണിയുടെ വയറ്റിൽ വെച്ച് തന്നെ വയർ കുത്തിക്കീറിയാണ് കുഞ്ഞിനെ കൊന്നുകളയുന്നതും. അങ്ങനെയുള്ളൊരു ഗ്രാമത്തിലേക്ക് നമ്മുടെ നായികയായ സാക്ഷി എത്തുകയാണ്. ഈ സാക്ഷി ഗർഭിണിയാണ്. അവളുടെ വയറ്റിലുള്ളത് ഒരു പെൺകുഞ്ഞും. പിന്നീട് അവിടെ നടക്കുന്നത് വിചിത്രമായ കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് സാക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ കരിമ്പിൻ തോട്ടത്തിനുള്ളിലൂടെ ഒരു ഗർഭിണിയായ പെണ്ണ് ഓടിപ്പോവുകയാണ്. അവൾ ഒരു സ്ഥലത്ത് വീഴുന്ന സമയത്ത് ഒരാളാണെങ്കിൽ കത്തി അവളുടെ മുന്നിലേക്ക് നീട്ടും. അതാരെന്ന് കാണിക്കുന്നതേയില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് അവൾ അതിനോട് അപേക്ഷിക്കുന്ന സമയത്ത് മറ്റാരോ അവിടെ ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ നിന്റെ കുഞ്ഞിനെ കൊന്നുകളയാനാണ് പറയുന്നതും. ഉടനെ തന്നെ സ്വയബോധം നഷ്ടപ്പെട്ടതുപോലെ ആ കത്തി വാങ്ങി അവൾ സ്വന്തം വയറ് തന്നെ കുത്തിക്കീറുകയാണ്. അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. നമ്മുടെ കഥാനായികയായ സാക്ഷി ഒരനാഥാലയത്തിൽ നിൽക്കുകയാണ്. എന്തെന്നാൽ ഈ സാക്ഷി ഒരു അനാഥയായിരുന്നു. പിന്നീട് ഹേമന്ത് എന്ന് പറയുന്ന ഒരു പയ്യനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇപ്പോൾ പ്രഗ്നന്റുമാണ്. എന്നാലും താൻ വളർന്ന അനാഥാലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് സാക്ഷിക്കൊരു പതിവായിരുന്നു. എന്നാൽ അവിടെ നിൽക്കെ ഹേമന്തിനെ കണ്ടിട്ട് കുറച്ചു പേരാണെങ്കിൽ വണ്ടിയിൽ നിന്ന് അവനെ നോക്കി വിരട്ടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ അതൊന്നും ഹേമന്ത് മൈൻഡ് ചെയ്യുന്നതേയില്ല. അക്കാര്യങ്ങളൊക്കെ ഹേമന്തിന്റെ ഡ്രൈവർ കാണുന്നുണ്ടായിരുന്നു. അനാഥാലയത്തിലേക്ക് പോയതിനു ശേഷം ഹേമന്തും സാക്ഷിയും വീട്ടിലേക്ക് തിരികെ വന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന സമയത്ത് സാക്ഷി എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയുണരും. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കുറെ പേർ ചേർന്ന് ഹേമന്തിനെ തല്ലുന്നതാണ്. അവൾ കാര്യം തിരക്കുന്ന സമയത്ത് ബിസിനസ് ചെയ്യാനെന്ന കാര്യം പറഞ്ഞ് ഹേമന്ത് കുറച്ച് കാശ് വാങ്ങിയിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും കാശ് തിരികെ അടച്ചിട്ടില്ല. 2 ദിവസത്തിനകം കാശ് തിരികെ തന്നില്ലെങ്കിൽ ഹേമന്തിനെ കൊല്ലുമെന്നവർ വിരട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയായിരുന്നു. സാക്ഷിയാണെങ്കിൽ ഹേമന്തിനോട് ചോദിക്കും, നീ ബിസിനസ് ചെയ്യാനല്ലേ കാശ് എടുത്തത്, എന്നിട്ട് നീ ഇതുവരെയും ബിസിനസ് ചെയ്തില്ല, അപ്പോൾ ആ കാശ് എവിടെ പോയി എന്ന് തിരക്കുന്ന സമയത്ത് അത് നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ ആളാണെങ്കിൽ എന്റെ കയ്യിലുള്ള കാശെല്ലാം പറ്റിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ബിസിനസ് ചെയ്യാനാകാത്തത്. എന്റെ കയ്യിൽ അത് തിരിച്ചു കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് ഹേമന്ത് പറഞ്ഞ് കരയുകയാണ്. ഈയൊരവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിന്നോട് ഞാൻ അതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാത്തതെന്നും ഹേമന്ത് പറയുന്നു. എന്നെ കൊണ്ട് എന്തായാലും ഇപ്പോൾ കാശ് കൊടുക്കാനായി പറ്റില്ല. അതുകൊണ്ട് കാശ് റെഡിയാകുന്നത് വരെ നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാമെന്നും ഹേമന്ത് സാക്ഷിയോട് പറയുന്നു. അതെല്ലാം അവരുടെ ഡ്രൈവർ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശരി, എന്റെ നാട്ടിലേക്ക് പോകാം. അവിടെയാകുമ്പോൾ ആരും അന്വേഷിച്ച് വരത്തില്ല. മാത്രമല്ല മൊബൈലിന് റേഞ്ച് പോലും കിട്ടാത്ത നാടാണെന്ന് പറയും. അതവർക്ക് ശരിയായി തോന്നുന്നു. അങ്ങനെ സാക്ഷിയും ഹേമന്തും ഡ്രൈവറിന്റെ നാട്ടിലേക്ക് പോകുന്നു. അതൊരു കരിമ്പിൻ തോട്ടത്തിന് ഇടയിലായിരുന്നു ഡ്രൈവറിന്റെ വീടുണ്ടായിരുന്നതും. ഡ്രൈവർ ആണെങ്കിൽ കാർ അവിടെ ഒതുക്കിയിട്ട്, നിങ്ങൾ 2 പേരും ഇവിടെ നിൽക്ക്, ഞാൻ ഈ കാറൊന്ന് മാറ്റിയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് സാക്ഷിയെയും ഹേമന്തിനെയും കരിമ്പിൻ തോട്ടത്തിന് നടുവിൽ നിർത്തിയിട്ട് ഡ്രൈവർ പോവുകയാണ്. അവിടെ ഒരു കോലവും ഉണ്ടായിരുന്നു. എന്നാൽ ഹേമന്ത് ആണെങ്കിൽ ആ പരിസരം ഒക്കെ നോക്കിയിട്ട്, നീ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്, ഞാൻ ഇപ്പോൾ വരാം, ആ വീട് എവിടെയാണെന്ന് ഞാനൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സാക്ഷിയെ കോലത്തിനടുത്തിരുത്തിയിട്ട് ഹേമന്ത് പോവുകയാണ്. എന്നാൽ കുറെ നേരം കഴിഞ്ഞിട്ടും ഹേമന്തിനെ കാണുന്നില്ല. നേരം ഇരുട്ടിയിരുന്നു. സാക്ഷിക്കാണെങ്കിലോ ആകെ പേടിയാകുവാനായും തുടങ്ങി. അവൾ അവിടെ ആകെ പരിശോധിക്കുന്ന സമയത്ത് ഒരു വീട് കണ്ടെത്തുകയാണ്. അത് യഥാർത്ഥത്തിൽ ആ ഡ്രൈവറിന്റെ വീട് തന്നെയായിരുന്നു. ഹേമന്ത് എന്ന് വിളിച്ചിട്ട് സാക്ഷി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഹേമന്തും ഡ്രൈവറിന്റെ ഭാര്യയെ മഞ്ഞുവും അവിടേക്ക് ഇറങ്ങി വരുന്നു. നിന്നെ ഞാൻ അവിടെ ഇരുത്തിയിട്ടല്ലേ വരുന്നതെന്ന് ഹേമന്ത് ചോദിച്ച സമയത്ത്, അതോ കുറെ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി, അതാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും അവൾ പറയുന്നു. അങ്ങനെ സാക്ഷിയും കൂട്ടി ഹേമന്തും മഞ്ഞു വീടിനുള്ളിലേക്കും കടക്കുകയാണ്. അന്ന് രാത്രി അവരെല്ലാവരും ഫുഡ് കഴിക്കുവാനായിരുന്നു. എന്നാൽ ഈ ഡ്രൈവറിന്റെ ഫാമിലിയൊക്കെ പഴയ ആചാരങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. എന്തെന്നാൽ ആണുങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രമേ പെണ്ണുങ്ങൾ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു തീരുമാനങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ സാക്ഷിക്ക് ഇഷ്ടപ്പെടുന്നതേയില്ല. അവർ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രൈവറും ഭാര്യയും അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തെന്നാൽ ഇപ്പോഴുള്ള ഈ ഒരു വീട് അവരുടെ സഹോദരന്റെ വീടായിരുന്നു. എന്നിട്ട് സാക്ഷിയോടും ഹേമന്തിനോടും അവിടെ കഴിയുവാനായും പറഞ്ഞിട്ടാണ് അവർ പോകുന്നതും. അന്ന് രാത്രി ഉറങ്ങാനായി കിടക്കുന്ന സമയത്ത് സാക്ഷി ഹേമന്തിനോട് പറയും, ഇവരുടെയൊക്കെ ആചാരങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നതേയില്ല. ആണുങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെണ്ണുങ്ങൾ കഴിക്കാവൂ. ആ ഒരു ആചാരമൊക്കെ എന്താ, അതൊക്കെ പഴയതല്ലേ എന്നുള്ള കാര്യമൊക്കെ സാക്ഷി പറഞ്ഞു ചിരിക്കും. അന്ന് 2 പേരും ഉറങ്ങാനായി കിടന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ സാക്ഷി ഉറക്കമുണർന്നപ്പോൾ മഞ്ഞുവാണെങ്കിൽ ഹേമന്തിന്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ പുറത്തേക്ക് വരും. ഹേമന്തിനെയും കൊണ്ട് ഡ്രൈവർ ആണെങ്കിൽ അവിടമൊക്കെ കാണിച്ചു കൊടുക്കുവാനായും കൊണ്ടുപോകുന്നു. അതേസമയം തന്നെ സാക്ഷിക്ക് കുളിക്കുവാനായിട്ടുള്ള വെള്ളമൊക്കെ മഞ്ഞു റെഡിയാക്കുകയായിരുന്നു.
മാത്രവുമല്ല സാക്ഷിയാണെങ്കിൽ ഹേമന്തൊക്കെ എവിടെ പോയി, എനിക്കും അവരോടൊപ്പം വയലൊക്കെ കാണണമെന്ന ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ സാക്ഷി തന്റെ ഭർത്താവിനെ ഹേമന്ത് എന്ന് പേരെടുത്ത് വിളിച്ചത് മന്നുവിന് അത്ര ഇഷ്ടമായില്ല. ഞങ്ങളൊന്നും ഭർത്താവിനെ അങ്ങനെ പേരെടുത്ത് വിളിക്കാറേ ഇല്ലെന്ന് മഞ്ഞു പറയും. അതെല്ലാം കേട്ട് ഒരു മറുപടിയും കൊടുക്കാതെ ചിരിക്കുകയാണ് സാക്ഷി. അങ്ങനെ സാക്ഷി കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെയൊന്ന് നടക്കാമെന്നൊക്കെ വിചാരിക്കും. അവിടെ മാകെ നടക്കുന്ന സമയത്ത് വീടിന് പുറകിലായി ഒരു ഡോറ് കാണുകയായിരുന്നു. സാക്ഷിയാണെങ്കിൽ ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറും. പക്ഷെ ആ മുറിയെല്ലാം കരി പിടിച്ചിരിക്കുകയായിരുന്നു. അവിടെ എന്തോ തീ പടർന്ന ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സാക്ഷി നേരെ കരിമ്പിത്തോട്ടത്തിനുള്ളിലൂടെ നടന്ന് ഒരു കുളത്തിന് മുന്നിലായി എത്തും. എന്നാൽ അപ്പോഴേക്കും ഹേമന്ത് വന്ന് പുറകിലൂടെ അവളെ പേടിപ്പിക്കും. ബാ, ഇവിടെ നിന്നാൽ ശരിയാകില്ല, നമുക്ക് ആ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ഹേമന്ത് പറയും, ഇനി ഇങ്ങനെ ഇവിടെ നിന്നാൽ ശരിയാകില്ല, ഞാൻ സിറ്റിയിലേക്ക് പോയി ഡ്രൈവറിനൊപ്പം കുറച്ച് കാശ് സംഘടിപ്പിച്ചു വരാമെന്ന് പറയും. പക്ഷേ സാക്ഷിക്ക് ഹേമന്തിനെ ഒറ്റയ്ക്ക് വിടാനായി നല്ല പേടിയായിരുന്നു. ഞാനും വരാമെന്ന് സാക്ഷി പറയുന്ന സമയത്ത് വേണ്ട, ഈ ഒരു അവസ്ഥയിൽ നീ യാത്ര ചെയ്യേണ്ട, ഇവിടെ വെയിറ്റ് ചെയ്യുവാനായും പറഞ്ഞു. കാരണം സാക്ഷിയെ നോക്കാൻ മഞ്ഞു ഉണ്ടല്ലോ. അങ്ങനെ ഹേമന്ത് ആണെങ്കിൽ ഡ്രൈവറിനൊപ്പം സിറ്റിയിലേക്ക് പോയി. പിന്നീട് സാക്ഷിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് മഞ്ഞുവായിരുന്നു. അവൾക്ക് കൂട്ടായി മഞ്ഞുവും അവിടെയുണ്ട്. സാക്ഷിയോടും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുമൊക്കെ മഞ്ഞു സംസാരിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് മഞ്ഞു ഒരു കഥ പറഞ്ഞു കൊടുക്കും. ഒരു ഗ്രാമത്തിൽ ഒരു മനോഹരമായ മരമുണ്ടായിരുന്നു. ആ മരത്തിൽ ഒരിക്കലൊരു കാക്ക വന്ന് കൂടുകൂട്ടി. കാക്കയാണെങ്കിൽ മുട്ടയിടുമായിരുന്നു. എന്നാൽ ആ മുട്ടകളെല്ലാം ഒരു പാമ്പ് വന്ന് തിന്നുമായിരുന്നു. അത് കാക്കയ്ക്ക് സഹിക്കാനായില്ല. കാക്കയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ മരത്തിലേക്ക് ഒരു കുരുവി വന്ന് കൂടുകൂട്ടിയതും. ആ കുരുവിയും മുട്ടയിട്ടു. എന്നാൽ കാക്കയാണെങ്കിൽ തന്റെ കൂട്ടിലെ മുട്ടയാണെങ്കിൽ കുരുവിയുടെ കൂട്ടിൽ വെച്ചിട്ട് കുരുവിക്കൂട്ടിലെ മുട്ടയെടുത്ത് തന്റെ കൂട്ടിലും വെച്ചു. എന്നാൽ അന്ന് വന്ന പാമ്പാണെങ്കിൽ വിഴുങ്ങിയത് കുരുവിയുടെ മുട്ടകളായിരുന്നു. കാക്ക തന്റെ മുട്ട സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുരുവിയുടെ മുട്ടകളെ ബലി കൊടുത്തു. ആ ഒരു ബലി കൊടുത്തതിലൂടെ കാക്കയ്ക്ക് ഒരു കുഞ്ഞിനെങ്കിലും കിട്ടി. ആ സന്തോഷം കാക്കയ്ക്കുണ്ടായിരുന്നു. ആ കഥകളെല്ലാം കേട്ട് സാക്ഷിയും കരയുന്നുണ്ടായിരുന്നു. മന്നുവിനും വല്ലാത്ത സങ്കടമായിരുന്നു. അതിനുശേഷം സാക്ഷിയുടെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കിയത് മന്നു തന്നെയായിരുന്നു. എണ്ണ തേച്ചു കൊടുക്കുക, അവളെ മന്നുവിനെ പോലെ ഒരുക്കുക, കയ്യിലൊക്കെ കറുത്ത കുത്തുകൾ ഇട്ട് കൊടുക്കുക. ഒരമ്മ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം മന്നു നന്നായി സാക്ഷിക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു. ഒരമ്മയുടെ സ്നേഹം ഇതുവരെയും അറിയാത്ത സാക്ഷിക്ക് അത് വല്ലാത്ത സന്തോഷമായിരുന്നു. അടുത്ത ദിവസം സാക്ഷി കാണുന്നത് മറ്റൊരു സ്ത്രീയായിരുന്നു. അതാരെന്ന് വെച്ചാൽ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, സ്വന്തമായി വയറ് കീറുന്ന ഒരു സ്ത്രീ, അവരെ തന്നെയായിരുന്നു കണ്ടത്. അവരുടെ പേരാണ് റാണി. റാണി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. എന്നാൽ അതേസമയം അവിടേക്ക് വന്ന മഞ്ഞുമാണെങ്കിൽ സാക്ഷിയോട് പറയും, ഇവളുടെ പേര് റാണി, ഇവൾ എന്റെ മരുമകളാണെന്ന് പറഞ്ഞ് സാക്ഷിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് മഞ്ഞു പറയും, എന്റെ മകന്റെ ഭാര്യയായിരുന്നു അവൾ. എന്നാൽ അവൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവൾക്ക് വയലിൽ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവളോട് പോകരുതെന്നാണ് പറഞ്ഞത്. അതും കേൾക്കാതെ അവൾ അവിടേക്ക് പോയി. പിന്നീട് ഞങ്ങൾ അവളെ തിരക്കി ചെന്നപ്പോൾ കണ്ടത് കമിഴ്ന്ന് കിടക്കുന്ന റാണിയാണ്. റാണിയുടെ വയറ് കീറിയാണ് പിന്നീട് ഞങ്ങൾ കുഞ്ഞിനെ പുറത്തെടുത്തത്. അപ്പോഴേക്കും കുഞ്ഞ് മരിച്ചു പോയിരുന്നു. അന്നു മുതൽ അവളുടെ സമനില തെറ്റി. ഈ ഒരവസ്ഥ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പട്ടണത്തിൽ ജോലി ചെയ്യുന്ന എന്റെ മകൻ ഇതുവരെയും ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലെന്ന് പറയും. മഞ്ഞു പറഞ്ഞ റാണിയുടെ കഥകളെല്ലാം കേട്ട് സാക്ഷിക്ക് പാവം തോന്നും. അന്ന് രാത്രിയായപ്പോഴേക്കും മഞ്ഞു റാണിയെ വീട്ടിൽ കൊണ്ടാക്കുവാനായിട്ട് പോയി. സാക്ഷിയോട് അവിടെ സുരക്ഷിതമായി ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയതും. മഞ്ഞുമൊക്കെ പോയി കഴിഞ്ഞതും അവിടെ കുറച്ച് കുട്ടികളുടെ ബഹളം കേൾക്കുകയാണ്. അത് കേട്ട സാക്ഷിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഒളിച്ചു കളിക്കുന്നുണ്ട്. സാക്ഷിക്കാണെങ്കിൽ അത് കേട്ടതും ഒരുപാട് സന്തോഷമായി. ഈ സാക്ഷിക്ക് കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അവളും ആ കുട്ടികളോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ മഞ്ഞു അവിടേക്ക് വരും. പുറത്തു നിൽക്കുകയായിരുന്ന സാക്ഷിയെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കൊണ്ടുപോയി കഥ കടയ്ക്കും. നീ ഇവിടെ കുറച്ച് കുട്ടികളെ കണ്ടോ, അവർ നിന്നെ വല്ലതും ചെയ്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ടിരുന്നു, പക്ഷെ ഞാൻ അവരോടൊപ്പം ഒളിച്ചുകളി കളിക്കുകയാണ് ചെയ്തത്, ഞാനാ അവരുടെ അടുത്തേക്ക് പോയതെന്നും സാക്ഷി പറയുന്നു. അത് കേട്ടതും മഞ്ഞുവിന് ദേഷ്യം വന്നു. നീ ആ കുട്ടികളുമായി അകലം പാലിക്കുന്നതാ നിനക്ക് നല്ലത് എന്ന് പറയുന്ന സമയത്ത് അവളാണെങ്കിൽ അതിന്റെ കാര്യം തിരക്കും. ഇല്ല, ഞാൻ ഇനിയും കുട്ടികളെ കണ്ടാൽ കളിക്കാൻ പോകുമെന്നും അവൾ പറയും. ഇതുപോലെ തന്നെയായിരുന്നു റാണിയും. ഞാൻ പറഞ്ഞതൊന്നും അനുസരിച്ചില്ല. എന്നാൽ അവസാനം അവളുടെ അവസ്ഥ നീ കണ്ടോ, അതേ അവസ്ഥ നിനക്കും വരരുതെന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ സാക്ഷിയെ ഉറങ്ങാനായും കിടത്തി. രാവിലെ ആയപ്പോൾ വീണ്ടും ആ 3 കുട്ടികളുടെ ബഹളം അവൾ കേൾക്കുന്നു. മാത്രമല്ല അവിടെ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കുട്ടികളും ഒരു സ്ത്രീയുമൊക്കെ ഒളിച്ചുകളി കളിക്കുന്നതിന്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു. അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് സാക്ഷി അവിടേക്ക് ചെല്ലും. അപ്പോഴേക്കും ആ കുട്ടികളാണെങ്കിൽ അവളുടെ ദേഹത്തൊക്കെ അടിച്ചിട്ട് ഓടുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളെല്ലാവരും നേരെ ഓടിക്കയറിയത് ആ കത്തിക്കരിഞ്ഞ റൂമിലേക്കായിരുന്നു. ടേപ്പ് റെക്കോർഡറും എടുത്ത് സാക്ഷിയും പിന്നാലെ ആ റൂമിലേക്ക് കയറുന്നു. എന്നാൽ ആ റൂമിലാണെങ്കിൽ അവളുടെ പിന്നാലെ ഒരു കൈ വരുന്നത് കാണിക്കും. പെട്ടെന്ന് തന്നെ സാക്ഷി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷെ ഇതൊന്നും സാക്ഷി കാണുന്നുണ്ടായിരുന്നില്ല. ആ റൂമിൽ എന്തൊക്കെയോ അമാനുഷികമായ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.
അപ്പോഴേക്കും മഞ്ഞു അവിടേക്ക് വരികയാണ്. നീ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ആ കുട്ടികളെ കണ്ടു, അവരോടൊപ്പം കളിക്കുകയായിരുന്നു എന്ന് പറയും. ദേ അവരുടെ ടേപ്പ് റെക്കോർഡർ ആയതെന്ന് പറയുമ്പോൾ മഞ്ഞുവാണെങ്കിൽ ദേഷ്യത്തോടെ ആ ടേപ്പ് റെക്കോർഡർ വാങ്ങിച്ച് ദൂരേക്കെറിയും. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടികളോടൊപ്പം പോവരുതെന്ന്. നീയായിട്ട് നിന്റെ നാശം കാണുമോ? നിന്റെ ഭർത്താവിന്റെ ആഗ്രഹം ഒരു ആൺകുഞ്ഞാണ്, പക്ഷെ നിന്റെ വയറ്റിൽ കിടക്കുന്നത് ഒരു പെൺകുഞ്ഞാണ്. നിന്റെ നടത്തവും രൂപവും ഒക്കെ കാണുമ്പോൾ എനിക്കത് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന സാക്ഷിയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ സ്വഭാവം നിങ്ങൾക്കെങ്ങനെ അറിയാം? അവൻ ഒരിക്കലും മനസ്സിൽ പോലും അങ്ങനെ ചിന്തിക്കില്ല. അവൻ ഏത് കുഞ്ഞായാലും കുഴപ്പമില്ലെന്നും സാക്ഷി പറയും. അത്രയും പറഞ്ഞ സാക്ഷിയാണെങ്കിൽ ദേഷ്യത്തിൽ അകത്ത് കയറി കഥകടയ്ക്കും. രാത്രിയായപ്പോഴേക്കും ഡ്രൈവറും ഹേമന്തും വന്നിരുന്നു. ഹേമന്തിന്റെ അടുത്ത് സാക്ഷി പറയും, നമുക്കിവിടെ നിൽക്കണ്ട, ഇവിടുന്ന് പോകാം. ഇവർ ശരിയല്ല, ഇവർക്ക് എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട്. ഇവരുടെ മരുമകൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ എന്റെ കുട്ടിയെ തട്ടിയെടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. എത്രയും വേഗം നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയും. സാക്ഷിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഹേമന്തും തിരികെ പോകുവാനായും തയ്യാറാകും. അങ്ങനെ അവർ സാധനങ്ങളെല്ലാം എടുത്ത് തിരികെ പോകുന്ന സമയത്തായിരുന്നു ഡ്രൈവർ പിന്നാലെ വന്ന് ഹേമന്തിന്റെ തലക്കടിക്കും. ഹേമന്തും ബോധം കെട്ട് വീഴുകയാണ്. ഉടനെ തന്നെ മഞ്ഞുവാണെങ്കിൽ സാക്ഷിയും ബോധം കെടുത്തി അകത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ ഡ്രൈവറും മഞ്ഞുവും ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ നടത്തുന്നതാണ്. മാത്രമല്ല സാക്ഷിയെ അകത്തൊരു കട്ടിലിൽ ബന്ധിച്ചു കിടത്തിയിരിക്കുന്നുമുണ്ട്. എന്നിട്ട് മഞ്ഞുവാണെങ്കിൽ സാക്ഷിക്ക് അടുത്തേക്ക് വരും. എന്നിട്ടവർ അവരുടെ ഒരു കഥ പറയും. മഞ്ഞുവിന്റെ കുടുംബത്തിൽ തന്നെ നടന്ന ഒരു കഥയാണ് മഞ്ഞു പറയുന്നതും. ആ വീട് യഥാർത്ഥത്തിൽ മനുവിന്റെ സഹോദരനായ യോഗേശ്വറിന്റെ ആയിരുന്നു. യോഗേശ്വർ സുനൈന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. മന്നുവിന് ഒരു മകനാണുള്ളതെന്ന് പറഞ്ഞില്ലേ രാജ്വീർ? ഒരു മകൻ മാത്രമായിരുന്നില്ല, രാജ്വീറിനെ കൂടാതെ 3 മക്കൾ കൂടി ഉണ്ടായിരുന്നു. സുനൈന വന്നതിന് ശേഷം മന്നുവിന്റെ 3 മക്കൾക്കും സുനൈനയുടെ വലിയ കാര്യമായിരുന്നു. എപ്പോഴും അവളോടൊപ്പം തന്നെയായിരുന്നു. എന്നാൽ ഈ മന്നുവിനാണെങ്കിൽ അതൊന്നും ഒട്ടും പിടിക്കുന്നതേയില്ല. തന്റെ മക്കൾ തന്റെ ഭാഗത്തു നിന്നും അകന്നു പോകുന്നു എന്നൊരു ചിന്ത മന്നുവിനുണ്ടായിരുന്നു. സുനൈനയ്ക്ക് കുഞ്ഞു ജനിച്ചാലെങ്കിലും അവളുടെ ഈ സ്വഭാവം മാറും, തന്റെ മക്കൾ തന്റെ അടുത്തേക്ക് വരുമെന്ന് മന്നു കരുതി. എന്നാൽ സുനൈന ഗർഭിണിയായിട്ടും അതൊന്നും ഉണ്ടായില്ല. എപ്പോഴും മന്നുവിന്റെ 3 മക്കളെയും സുനൈന തന്റെ കൂടെ തന്നെ നിർത്തി. അത് സഹിക്കാനാകാത്ത സുനൈനയാണെങ്കിൽ യോഗേശ്വരനോട് പരാതി പറഞ്ഞു. യോഗേശ്വർ ആണെങ്കിൽ അക്കാര്യം സുനൈനയോട് ചോദിച്ചു. രണ്ടാളും തമ്മിൽ സംസാരമായി. വാക്കുതർക്കത്തിനൊടുവിൽ സുനൈനയാണെങ്കിൽ യോഗേശ്വരനെ കൊന്നുകളഞ്ഞു. യോഗേശ്വരനെ കൊന്നുകളഞ്ഞ സങ്കടത്തിൽ സുനൈനയും ആത്മഹത്യ ചെയ്യുവാനായും തീരുമാനിച്ചു. എന്നാൽ അവൾ ആത്മഹത്യ ചെയ്തപ്പോൾ മന്നുവിന്റെ 3 മക്കളെയും കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതും. അവൾ അടുത്തുള്ള ആ ഒരു കുളത്തിൽ ചാടി മരിച്ചു. അതിനുശേഷമാണ് രാജ്വീർ റാണിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതും. റാണി 8 മാസം പ്രഗ്നന്റ് ആയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സുനൈനയും തന്റെ 3 മക്കളുടെയും പ്രേതത്തെ കാണുമായിരുന്നു. ഈ സുനൈനയാണ് അവളെ കരിമീൻ കാട്ടിൽ വെച്ച് അവളുടെ വയറ് കുത്തിക്കീറി കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്നുകളഞ്ഞതും. അതിനുശേഷം റാണിയുടെ സമനില തെറ്റി. തന്റെ മകനും മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത് കണ്ട് മകനെ കൊണ്ട് വീണ്ടും ഒരു വിവാഹം കഴിപ്പിച്ചു. അവൾക്കും ഇതുപോലെ തന്നെ സംഭവിച്ചു. 8 മാസം അവൾ പ്രഗ്നന്റ് ആയ സമയത്ത് സുനൈനയുടെയും തന്റെ 3 മക്കളുടെയും പ്രേതത്തെ കണ്ടു. അവളുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുത്തു. എന്നാലും താൻ നിർത്തിയില്ല. 3ാമതും അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അവൾക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. എന്നാലും താൻ നിർത്താൻ കൂട്ടാക്കിയില്ല. 4ാമതും അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. എന്നാൽ അവളിപ്പോൾ പ്രഗ്നന്റ് ആണ്. പക്ഷേ ഈ ഒരു നാട്ടിൽ നിർത്തുവാനായിട്ട് ഞാൻ അവളെ സമ്മതിച്ചില്ല. അവളിപ്പോൾ സിറ്റിയിലാണുള്ളത്. അതിന് പരിഹാരമായി ഒരു സ്വാമി പറഞ്ഞത്, ഏതെങ്കിലും ഒരു പ്രഗ്നന്റ് ആയ ഒരു പെണ്ണ് ഈ വീട്ടിൽ വന്ന് 3 ദിവസം സുനൈനയുടെ പ്രേതവുമായി ഒരു പ്രശ്നവുമില്ലാതെ കഴിഞ്ഞു പോയാൽ ആ ശാപം അവിടെ തീരുമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സാക്ഷിയെ പോകാൻ അനുവദിക്കാതെ മഞ്ഞു അവിടെ പിടിച്ചു നിർത്തിയിരുന്നതും. എന്നിട്ട് മഞ്ഞു പറയും, നീ ഒരു ദിവസം കൂടി സഹിക്കണം. ഈ ഒരു ദിവസവും നീ ഒരു കുഴപ്പവും ഇല്ലാതെ കഴിഞ്ഞു പോയാൽ ഞങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു ശാപം മാറിക്കിട്ടും. എനിക്കൊരു പേരക്കുഞ്ഞിനെയും കിട്ടും. അതുകൊണ്ട് നീ ഒരു ദിവസം കൂടി ഇവിടെ സഹിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നതെന്ന് മഞ്ഞു പറയുകയാണ്. ഇവിടെ നീ പല കാര്യങ്ങളും കാണും, പക്ഷെ അതെല്ലാം നിന്റെ തോന്നലുകളാണ്. നീ അതൊന്നും വിശ്വസിക്കരുത് എന്ന് മഞ്ഞു പറയും. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അന്നേ ദിവസം അവിടെ കിടന്നുറങ്ങുകയാണ്. അന്നേ ദിവസം രാത്രി അവളുടെ അടുത്തേക്ക് ഒരു കത്തിക്കരിഞ്ഞ കൈ വരികയാണ്. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന നമ്മുടെ സാക്ഷിയുടെ വയറിലാണെങ്കിൽ ഒരു കൈയുടെ അടയാളം ഉണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് വന്ന സമയത്ത് അവിടെയൊന്നും ആരുമില്ലായിരുന്നു. ആ 3 കുട്ടികളുടെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് മഞ്ഞു എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞ ആ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ, അതവിടെ നല്ലോണം തന്നെ ഇരിക്കുന്നുമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മുറിയിലേക്ക് നമ്മുടെ സാക്ഷി കയറുകയാണ്. അവിടെ 3 കുട്ടികളുമുണ്ട്. അവൾ പേടിച്ച് വാതിലടയ്ക്കും.
കുട്ടികൾ ചോദിക്കും, ഞങ്ങൾ ഇതുവരെയും ഒരു പെൺകുഞ്ഞിനെ കണ്ടില്ല. നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്നത് ഒരു പെൺകുഞ്ഞല്ലേ, ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? മിക്കവാറും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നൊക്കെ കുട്ടികൾ പറയും. അവളാണെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് മുഖമൊക്കെ കഴുകി കഴുത്തിലുണ്ടായിരുന്ന മാലയൊക്കെ വലിച്ചു പൊട്ടിച്ച് കളയും. അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നാണ് അവളുടെ മനസ്സിലൊക്കെ. അവൾ അതിനായി ശ്രമിക്കുന്നു. പക്ഷേ എത്രയൊക്കെ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആ വീട്ടിൽ തന്നെയാണ് വരുന്നതും. വേറെ ഒരു വഴിയുമില്ല. താൻ തന്നെ വിചാരിക്കണം രക്ഷപ്പെടാൻ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുമുണ്ട്. എത്ര നോക്കിയിട്ടും അവളെ കൊണ്ട് പറ്റുന്നതേയില്ല. വിശപ്പ് സഹിക്കാനാകാതെ അവിടെ ഇരുന്ന എന്തോ സാധനമൊക്കെ അവൾ എടുത്ത് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ അവളുടെ കണ്ണിൽ ഒരു കാഴ്ച കാണുകയാണ്. എന്തെന്നാൽ സുനൈനയും ആ 3 കുട്ടികളും എത്ര സന്തോഷമായാണ് കളിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അവളുടെ കണ്ണിൽ കാണുന്നുണ്ട്. എന്നിട്ട് സുനൈനയാണെങ്കിൽ ആ 3 കുട്ടികളോടും പറയും, എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണ്. കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്ക് അവളോടൊപ്പം കളിക്കാമല്ലോ എന്നൊക്കെ കുട്ടികളോട് സന്തോഷത്തോടെ പറയുന്നു. എന്നാൽ അതേസമയം തന്നെ മഞ്ഞു ആണെങ്കിൽ യോഗേശ്വരനോട് നിനക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണെന്ന് പറയുമ്പോൾ അത് കേട്ട യോഗേശ്വർ ആണെങ്കിൽ ഉടനെ തന്നെ കുഞ്ഞിനെ കൊല്ലുവാനായും തീരുമാനിക്കുന്നു. പക്ഷേ അതിനെ സുനൈന സമ്മതിക്കുന്നില്ല. അവൾ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. എന്നാൽ കരിമ്പിൻ തോട്ടത്തിന്റെ നടുവിൽ വെച്ച് സുനൈനയെ അവളുടെ ഭർത്താവ് പിടികൂടും. എന്നാൽ ആ 3 കുട്ടികളും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് അയാളുടെ അടുത്ത് കെഞ്ചുമെങ്കിലും അയാൾ അത് കേൾക്കില്ല. ഉടനെ തന്നെ 3 കുട്ടികളും ഒരു കത്തിയെടുത്ത് സുനൈനയ്ക്ക് കൊടുക്കും. സുനൈനയാണെങ്കിൽ തന്റെ ഭർത്താവിന് നേരെ ആ കത്തി നീട്ടിയിട്ട് എന്നെ ഒന്നും ചെയ്യരുത്, എന്റെ കുഞ്ഞിനെയും ഒന്നും ചെയ്യരുത്, ഞങ്ങളെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചും. എന്നാലും യോഗേശ്വർ ആണെങ്കിൽ സുനൈനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സുനൈന യോഗേശ്വരനെ പിടിച്ച് തള്ളുന്ന സമയത്ത് അവളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ കത്തിയിൽ വന്ന് വീണ് അയാൾ മരണപ്പെടുന്നു. സത്യത്തിൽ സുനൈനയല്ല അവളുടെ ഭർത്താവിനെ കൊന്നത്, അയാൾ തനിയെ വീണ് അങ്ങനെ മരണപ്പെട്ടു പോകുന്നതായിരുന്നു. എന്നാൽ മഞ്ഞ് പറഞ്ഞിരുന്നത് അവൾ കൊന്നുകളഞ്ഞുവെന്നല്ലേ. ഇതെല്ലാം നടന്ന സംഭവം പോലെ സാക്ഷിയുടെ കണ്ണിൽ കാണുകയാണ്. അതേസമയം തന്നെ സാക്ഷിയുടെ മുന്നിലേക്ക് സുനൈനയുടെ പ്രേതം വരും. എന്നിട്ടൊരു കത്തി കൊടുത്തിട്ട് നിന്റെ കുഞ്ഞിനെ കൊന്നുകളയുവാനായും പറയും. എന്നാൽ സാക്ഷിയാണെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊല്ലരുത്, ഞങ്ങളെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞ് അവളുടെ മുന്നിൽ കെഞ്ചും. അതോടുകൂടി സുനൈനയുടെ ആത്മാവും അവിടെ നിന്ന് പോകുന്നു. സാക്ഷി നേരെ വീട്ടിലേക്കും വരികയാണ്. പിന്നീട് എന്തൊക്കെയാണ് ആ വീട്ടിൽ സുനൈന അനുഭവിച്ചതെന്ന് സാക്ഷിക്ക് തന്നെ മനസ്സിലാകും. അതിനുശേഷം സാക്ഷി നേരെ വീട്ടിലെത്തി. പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സുനൈനയ്ക്ക് സംഭവിച്ചതായിരുന്നു. അതെല്ലാം സാക്ഷിക്കും സംഭവിക്കുന്നത് പോലെയാണ് കാണിക്കുന്നതും. യോഗേശ്വരനെ കൊന്നത് സുനൈനയാണെന്നും പറഞ്ഞ് മഞ്ഞുവും ഭർത്താവും പിന്നെ ആ ഒരു രാജ്വീറും ചേർന്ന് സുനൈനയെ ഒരുപാട് ദ്രോഹിക്കും. അവളെ ഒരു റൂമിലിട്ട് തീയിടുകയാണ്. എന്നാൽ അതേസമയം തന്നെ അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ആ കുഞ്ഞിനെയും എടുത്ത് രാജ്വീറും മഞ്ഞുവും ഭർത്താവും ചേർന്ന് അതിനെ കൊല്ലുവാനായി കൊണ്ടുപോകും. എന്നാൽ അതേസമയം തന്നെ സുനൈനയ്ക്ക് അടുത്തായിട്ട് ആ 3 കുട്ടികളും ഇരിക്കുന്നുമുണ്ട്. സുനൈനയായി സാക്ഷി തന്നെ തന്നെയാണ് കാണുന്നത്. സുനൈനയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അവർ കൊണ്ടുപോയിരിക്കുകയാണല്ലോ. എന്നാൽ സാക്ഷിയാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് തന്റെ കുഞ്ഞിന് പിറകെ ഓടുകയാണ്. തന്റെ കുഞ്ഞിനെ കൊല്ലരുതെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ആ കുളത്തിനടുത്തേക്ക് ചെല്ലും. അന്ന് സുനൈനയും അതുപോലെ തന്നെയായിരുന്നു ഓടിയത്. അതേസമയം രാജ്വീർ ആണെങ്കിൽ സുനൈനയുടെ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് കുളത്തിന് മുകളിൽ കയറി നിൽക്കുകയാണ്. കൊല്ലരുതെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ കുഞ്ഞിനെ കുളത്തിലേക്ക് എറിയുകയാണ്. എന്നാൽ സാക്ഷിയാണെങ്കിൽ ഉടനെ തന്നെ ഓടി ആ കുളത്തിനടുത്തേക്ക് ചെന്നപ്പോൾ ആ കുളത്തിനുള്ളിലേക്ക് നോക്കിയ സമയത്ത് അവിടെ ഒരുപാട് പെൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് അതാണ് സുനൈനയ്ക്ക് സംഭവിച്ചതും. അതെല്ലാം കണ്ട് കരഞ്ഞു തളർന്ന് സാക്ഷി അവിടെ ഇരിക്കുന്ന സമയത്ത് സുനൈനയുടെ ആത്മാവ് അവളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളുടെ കയ്യിൽ ഒരു കത്തി കൊടുക്കുകയാണ്. കത്തിയാണെങ്കിൽ സാക്ഷി കയ്യിൽ വാങ്ങുന്നു. എന്നിട്ട് എന്നെ ഒന്നും ചെയ്യരുത്, എന്റെ കുഞ്ഞിനെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടും അവളുടെ കൺട്രോളിലല്ലാതെ കത്തിയാണെങ്കിൽ അവളുടെ വയറ്റിലേക്ക് പോകുന്നു. അതോടുകൂടി ആ സീൻ അവിടെ കട്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു കുഴപ്പവും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സാക്ഷിയാണ്. അത് കണ്ടുകൊണ്ടുവന്ന മഞ്ഞുവാണെങ്കിൽ അയ്യോ നിനക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലേ, അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ശാപം എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് മഞ്ഞു ഒരുപാട് സന്തോഷിക്കും. അതേസമയം തന്നെ ഡ്രൈവർ പിടിച്ചു വെച്ചിരുന്ന ഹേമന്തിനെയും അവർ വെറുതെ വിടുകയാണ്. ഡ്രൈവറും ഹേമന്തും അവിടേക്ക് വരും. ഉടനെ തന്നെ ഹേമന്ത് സാക്ഷിയോട് നമുക്കിനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് പോകാമെന്ന് പറയും. എന്നാൽ സാക്ഷിയാണെങ്കിൽ പറ്റില്ല, ഇവരുടെയൊക്കെ മുഖംമൂടി എനിക്ക് വലിച്ചു കീറണമെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചെന്ന് കാണിക്കും. അന്ന് സുനൈനയുടെയും ആ 3 കുട്ടികളുടെയും ആത്മാവ് അവളുടെ അടുത്ത് വന്നിട്ട് കത്തി കൊടുത്തിട്ട് വയറ് കുത്തിക്കീറാനായി പറഞ്ഞിരുന്നല്ലോ. അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തെന്നാൽ സാക്ഷി പറയും, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഈ 3 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഇവിടെ മരണപ്പെട്ട പെൺകുഞ്ഞുങ്ങളുടെയും അവരുടെ സത്യാവസ്ഥയും നിനക്ക് സംഭവിച്ചതെല്ലാം ഈ നാട്ടിലുള്ളവരെ ഞാൻ അറിയിക്കും. അതിനെനിക്ക് സമയം തരണമെന്നും സാക്ഷി പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിനാലാണ് സുനൈന അവളെ വെറുതെ വിട്ടതെന്നും പറയും. എന്നിട്ട് സാക്ഷിയാണെങ്കിൽ മഞ്ഞുവിനോടും ഭർത്താവിനോടും പറയും, നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ അവളെ കൊന്നുകളഞ്ഞത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടത് അവൾ കൊന്നിട്ടല്ല, അതൊരു ആക്സിഡന്റിൽ സംഭവിച്ചു പോയതാണ്. കത്തിയുടെ മുകളിലേക്ക് അയാൾ വന്ന് വീണത് കൊണ്ടാണ് അയാൾ മരണപ്പെട്ടത്.
എന്നാൽ നിങ്ങളാണെങ്കിലോ ആ കാരണം പറഞ്ഞ് അവളെ റൂമിൽ പൂട്ടിയിട്ട് തീയിട്ടു. എന്നാലും അതിനിടയിൽ അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയില്ലേ? ആ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലുവാനായി കൊണ്ടുപോയി. എന്നാൽ നിങ്ങളുടെ 3 മക്കളും കത്തിക്കരിഞ്ഞ സുനൈനയെ രക്ഷിക്കുവാനാണ് നോക്കിയത്. ആ ഒരു അവസ്ഥയിലും അവൾ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട് കുളത്തിനടുത്തേക്ക് ഓടി വന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവളുടെ കുഞ്ഞിനെ നിങ്ങൾ കുളത്തിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു. ആ ഒരു സങ്കടം സഹിക്കാനാകാതെയാണ് അവൾ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തതും. തന്റെ ചെറിയമ്മയും കുഞ്ഞനുജത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ 3 മക്കളും ആ കുളത്തിലേക്കെടുത്ത് ചാടിയത്. അല്ലാതെ സുനൈനയല്ല അവരെ കൊന്നതെന്ന് പറയുന്ന സമയത്ത് അതൊന്നും വിശ്വസിക്കുവാനായിട്ട് മഞ്ഞുവും ഭർത്താവും കൂട്ടാക്കിയില്ല. ഇവൾ കള്ളമാണ് പറയുന്നതെന്ന് പറയും. എന്നാൽ സാക്ഷി പറയും, ഞാൻ കള്ളമല്ല പറയുന്നത്. നിങ്ങളുടെ ബാക്കിയുള്ള മരുമക്കൾക്കും സംഭവിച്ചതെന്താ? അവരെയെല്ലാം പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് സുനൈന ശ്രമിച്ചു. പക്ഷേ അവരൊന്നും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വംശം നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുനൈന അവരോട് ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ പറഞ്ഞത്. എന്നിട്ടും സുനൈന ആ സ്ത്രീകളെ ഒന്നും കൊന്നില്ലല്ലോ. നിങ്ങളുടെ മകന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയില്ല എന്നൊരു കാരണം പറഞ്ഞ് നിങ്ങളല്ലേ ആ സ്ത്രീകളെയൊക്കെ കൊന്നുകളഞ്ഞത്. അതെല്ലാം സുനൈന എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ നിങ്ങൾ റാണിയെ മാത്രം കൊല്ലാതെ വിട്ടത് അവൾക്ക് നേരത്തെ മാനസിക നില തെറ്റിയിരുന്നു. അതുകൊണ്ട് അവൾ ആരോടും ഒന്നും സംസാരിക്കാത്തത് കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളൊന്നും ആരോടും പറയില്ല എന്നറിയാവുന്നത് കൊണ്ടല്ലേ നിങ്ങൾ അവളെ മാത്രം വെറുതെ വിട്ടത്. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം നിങ്ങൾ കൊന്നുകളഞ്ഞതും അതെല്ലാം എനിക്ക് 3 ദിവസം കൊണ്ട് സുനൈന കാണിച്ചു തന്നു എന്ന് സാക്ഷി പറയും. എന്നാൽ അത് കേൾക്കുന്ന മഞ്ഞുവാണെങ്കിൽ, നീ ഒരു പെൺകുട്ടിയാണ്, മിണ്ടാതിരിക്കുവാനായും ദേഷ്യത്തിൽ പറയും. അത് കേട്ട സാക്ഷിയാണെങ്കിൽ, എന്താ ശബ്ദിച്ചാൽ നിങ്ങളുടെ മകൻ രാജ്വീർ എന്നെ കൊല്ലുമോ എന്ന് ചോദിച്ചിട്ട് നേരെ തിരിഞ്ഞ് ഹേമന്തിന്റെ അടുത്ത്, എന്താ രാജ്വീർ, നീ എന്നെ കൊല്ലുമോ എന്ന് ചോദിക്കും. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഹേമന്ത് അവരുടെ മകനായ രാജ്വീർ തന്നെയായിരുന്നു. അവളെ പ്ലാൻ ചെയ്താണ് അവിടേക്ക് കൊണ്ടുവന്നതും. എന്തിനെന്നാൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന പെൺകുഞ്ഞിനെ കൊല്ലുവാനായിട്ട്. അതെല്ലാം മനസ്സിലാക്കിയ സാക്ഷിയാണെങ്കിൽ, എന്താ നീ എന്നെ കൊല്ലുമോ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നീ കൊല്ലുമോ? എന്റെ കുഞ്ഞിന്റെ നിഴൽ വെട്ടത്ത് പോലും വരാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും, അതിനെ ഞാൻ നന്നായി വളർത്തുമെന്ന് പറഞ്ഞ് സാക്ഷി അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അതേ സമയം തന്നെ മഞ്ഞുവാണെങ്കിൽ അവളെ കൊല്ലുവാനായി രാജ്വീറിനോട് പറയും. രാജ്വീർ അവളെ കൊല്ലുവാനായിട്ട് അവളുടെ പിറകെ വരുന്ന സമയം തന്നെ റാണി വന്ന് രാജ്വീറിനെ കൊന്നുകളയുകയാണ്. അവരെ മാത്രമല്ല മഞ്ഞുവിനെയും ഭർത്താവിനെയും റാണി കൊന്നുകളയുന്നു. അതിനുശേഷം റാണിയാണെങ്കിൽ സാക്ഷിയോടൊപ്പം ആ ഒരു ഗ്രാമം വിട്ടേ പോവുകയാണ്. അവർക്ക് 2 പേർക്കും വഴി കാണിച്ചത് ആ 3 കുട്ടികളുടെയും ആത്മാവ് തന്നെയായിരുന്നു. അതോടുകൂടി ഈ സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.